ജലീൽക്കയുടെ എല്ലാ കവിതകളും ഇതിൽ ഉൾപ്പെടുത്തി ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പല സന്ദർഭങ്ങളിലായിട്ട് അദ്ദേഹം നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രവാസ കാലഘട്ടത്തിലുള്ള വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ദുരന്തങ്ങളൊക്കെ തന്നെ ഈ കവിതയിലൂടെ പുനരാവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റ്യാടിയുടെ ചില സൗന്ദര്യങ്ങൾ ഇതിൽ പകർത്തിയിട്ടുണ്ട്. ഇന്ത്യയും കേരളവും ഒക്കെ പലപ്പോഴായി നേരിട്ടിട്ടുള്ള പല പ്രതിസന്ധികളും അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ കവിതയായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണ പറയാറുണ്ട്, ഏതൊരെഴുത്തും വേദനയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ്. ആട്ടത്തിൽ മാനവികതയുടെ മഷിയിൽ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പേനയെടുത്തല്ല, പെയിനെടുത്താണ് എഴുതേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ പലപ്പോഴായി വേദന തോന്നിയ സന്ദർഭങ്ങളെ തൻ്റെ അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കുവാനാണ് ജലീൽ കുറ്റ്യാടി എന്ന ഈ കവി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ മുരളിയേറ്റമൊക്കെ കവിത ആലപിക്കുകയുണ്ടായി. ആലാപന സൗകുമാര്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രത്യേകതയും കാണുന്നത് അക്ഷരത്തെ വല്ലാതെ നീങ്ങിച്ചത്. ഒരു അക്ഷരം തുടങ്ങിയാൽ ആ അക്ഷരത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്നൊരു വാശി അദ്ദേഹത്തിനുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും അതിൽ നിന്ന് ഉഴറുന്നത് നമ്മൾ ഇതിൽ കാണാം. വാക്കിനു വേണ്ടി അദ്ദേഹം പരതുകയും അനുയോജ്യമായ വാക്ക് ഇവിടെ കൃത്യമായിട്ട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നത് ഈ കവിതയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കവിത ആലപിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സന്ദർഭം വളരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ആലപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റേ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കവിത ഞാൻ മുമ്പ് ആലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഹൃദയവും അതുപോലെ മടക്കയാത്ര 4 വരി നെക്സ്റ്റ് ഒന്ന് പാടാം. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ട് ഒരുപാട് പ്രവാസകാലത്ത് അദ്ദേഹം ജയിൽ ആവുണ്ടായി. നേരത്തെ പാർക്ക് സൂചിപ്പിച്ചതുപോലെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ജയിലാകുകയും പിന്നീട് അതിൽ നിന്ന് മോചിതനായി മടങ്ങി വരുന്ന ഒരു യാത്ര, ആ യാത്രയാണ് മടക്കയാത്ര എന്ന ഈ ഒരു കവിതയിലുള്ളത്. ഒരു യാത്ര തന്നറുതിയിൽ മരുഭൂവിൽ ദുഃഖകാണ്ഡം പേരിത്തണുത്ത മുറിയിൽ മൂടിപ്പുതച്ചു കിടക്കുകിലും ഉഷ്ണക്കാറ്റു വീശുന്നു മാനസഗർത്തങ്ങളിൽ. ശോഭനഭാവിതൻ ശിരോലിഖിതങ്ങളിൽ സൈകത ഭൂവിൻ മാറിലർപ്പിക്കുകിൽ ജീവിത വസന്താരാമത്തിൽ തളിരിടും മുമ്പേ ഒഴിഞ്ഞു പോയൊരു യുവത്വം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഈ കവിതയിലുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും പുസ്തകമെന്നത് നമ്മൾ പറയാറുള്ള പുസ്തകമാണല്ലോ. പുസ്തകം എന്ന് പറഞ്ഞാൽ പുത്തൻ കാര്യം അകത്തുള്ളത്, അപ്പോഴേ അത് പുസ്തകമാവും. ആരെങ്കിലും എഴുതി വെച്ചത് കോപ്പി അടിച്ച് പ്രിൻ്റ് എടുത്താൽ അത് പുസ്തകമല്ലല്ലോ. പുത്തൻ കാര്യം അകത്തായത് തന്നെയാണ് പുസ്തകം. അത് മാത്രമല്ല, അകത്തിന് പുത്തനാക്കുന്നത് കൂടിയാകണം പുസ്തകം. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരാളെ ആവരുത്. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നമുക്കിത് ഉൾപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹത്തിൻ്റെ മാത്രം അനുഭവമല്ല, നമ്മുടെ ഒരു അനുഭവമായി അത് അനുഭൂതിയായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ മനോഹരമായി ഈ പുസ്തകം അമ്മാർക്കിടതും ചെയ്തിട്ടുണ്ട്. ഇത് ചട്ടയൊക്കെ പുറംചട്ടയ്ക്ക് ഇത്ര മനോഹരമാണ്, നല്ല പ്രിൻ്റുമാണ്. പാഠത്തിൽ ഈ പുസ്തകത്തെ ജനം സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി.